Hi friends, welcome to Roshni's Vlogs. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫിഷ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നെയ്മീനാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഫിഷ് ബിരിയാണി മസാല ഉണ്ടാക്കണം. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക ചേർക്കാം. ഒരു 10-12 കുരുമുളകും കൂടി വേണം. പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ എടുക്കാം. ഒരു 5-6 വറ്റൽമുളക് എടുക്കാം. പിന്നെ ഒരു 3-4 ചെറിയ പീസ് പട്ട വേണം. പിന്നെ 5-6 ഗ്രാമ്പൂ. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ ഷാജീരകമാണ് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിക്കുന്നത്. പിന്നെ ഒരു 3-4 ബേ ലീവ്സും വേണം. ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. സ്പൈസസ് ഒക്കെ ചൂടായി വരുന്നതിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് ചെറുതായിട്ട് ആറി വരുമ്പോഴത്തേക്കിനും നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഫിഷ് ബിരിയാണി മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കുന്നതാണ് ഇഷ്ടം. ഞാനിവിടെ കാശ്മീരി ചില്ലിയുടെ മുളക് പൊടിയാണ് യൂസ് ചെയ്യാറ്. അത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ പൊടിച്ചെടുത്ത ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 മുറി നാരങ്ങ നീര് നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് 2 സൈഡിലും ഈ മീനിൻ്റെ 2 സൈഡിലും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇതൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും ടൊമാറ്റോ ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പുതിനയും മല്ലിയിലയും വേണം. ഇനി ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് 1/2 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഫിഷ് ഒക്കെ റെഡിയായി വരുമ്പോഴത്തേക്കിനും റൈസ് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനിന്റെ 2 സൈഡും നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണം. നമ്മുടെ ഫിഷ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അപ്പം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ സവോള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള വാടി വരുമ്പോഴത്തേക്കിന് നമ്മൾ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോയുടെ പ്യൂരി ചേർത്ത് കൊടുത്താൽ
ടൊമാറ്റോ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയുടെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് നമ്മൾ പൊടിച്ചു വെച്ച ഫിഷ് ബിരിയാണി മസാലയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 കപ്പ് നമുക്ക് ഇപ്പം ചേർക്കാം. അപ്പം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമുക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതൊക്കെ ഒരു 2-3 എണ്ണം വീതം ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. റൈസ് ഇപ്പം 1/4 വേവായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. നമുക്ക് ദം ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത 2 കഷ്ണം ഫിഷ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ 2 ലെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മല്ലിയും പുതിനയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തതിന് ശേഷം നല്ലതായിട്ട് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 8 മിനിറ്റ് കൂടി ദം ചെയ്തെടുക്കണം. നമ്മുടെ ബിരിയാണി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഫിഷ് ബിരിയാണിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അടിപൊളി ടേസ്റ്റി ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.